നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എറണാകുളം ജില്ലയിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ എരൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രം, പുത്തൻകുളങ്ങര ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് മഹാഭാരത കഥയുമായിട്ടാണ്. കുന്തിദേവിയെയും പാണ്ഡവന്മാരെയും സർവ്വ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശാനുസരണം സാക്ഷാൽ ആദിത്യ ഭഗവാനാണ് ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. ആ വിസ്തരിച്ചുള്ള ഐതിഹ്യ കഥയൊക്കെ നമുക്കിന്ന് പറഞ്ഞു തുടങ്ങണം. അതീവ വൃത്തിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ പുരാതനമായ മഹാദേവ ക്ഷേത്രത്തിൽ കൈലാസനാഥൻ പാർവതീ സമേതനായിട്ടാണ് കുടികൊള്ളുന്നത്. ഭഗവാന്റെ ആ കാരുണ്യത്തോടുകൂടി നമുക്കിന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കും ഇടപ്പള്ളിക്കുമിടയിലായി എരൂർ എന്ന ദേശത്ത് പുത്തൻകുളങ്ങര ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ദർശനമായി പാർവതീ സമേതനായ മഹാദേവനും പടിഞ്ഞാറ്റ് ദർശനമായി മഹാവിഷ്ണുവും വടക്ക് ദർശനമായി ഭഗവതിയും കിഴക്ക് ദർശനമായി ശാസ്താവും കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. അതിമനോഹരമായി അതീവ വൃത്തിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഒട്ടനവധി നവീകരണ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതിനാൽ തന്നെ ക്ഷേത്ര നിർമ്മിതി മുഴുവനായും നൂതനമാണ്. എന്നാൽ ക്ഷേത്ര ഉത്ഭവം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ തന്നെ ഭഗവത് പ്രതിഷ്ഠ ക്രിസ്തുവർഷത്തിനു മുമ്പ് ദ്വാപരയുഗത്തിൽ സംഭവിച്ചിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ അതിപ്രശസ്തമായ അരക്കില്ല ദഹനമാണ് ഈ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർത്തിക്കുന്ന കഥ. പാണ്ഡവന്മാരെയും മാതാവായ കുന്തിദേവിയെയും ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ധൃതരാഷ്ട്രരുടെ മൂത്തപുത്രനായ ദുര്യോധനൻ ദുഷ്ടനും ചതിയനുമായ അമ്മാവൻ ശകുനിയുടെ നിർദ്ദേശാനുസരണം വാരണാവതം എന്ന ദേശത്ത് അരക്കില്ലം എന്ന കൊട്ടാരം നിർമ്മിക്കുന്നു. അരക്ക്, നെയ്യ് എന്നിങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുവാൻ സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ട് ദുര്യോധനന്റെ വിശ്വസ്തനായ പുരോചനൻ പണിതീർത്ത ഈ കൊട്ടാരത്തിലേക്ക് പാണ്ഡവരെ അതീവ സ്നേഹം അഭിനയിച്ചും കൊണ്ട് കൗരവർ യാത്രയാക്കുന്നു. മന്ത്രിയും മഹാഭക്തനും നീതിജ്ഞനും അതിബുദ്ധിമാനുമായ വിതുരനാണ് ആദ്യം ഈ ചതി സംശയിക്കുന്നത്. ധർമ്മദേവന്റെ അവതാരമായ വിതുരർ ധർമ്മദേവന്റെ പുത്രനായ യുധിഷ്ഠിരനോട് ഈ ചതിയുടെ സൂചനകൾ നൽകുകയും ആപത്ത് തിരിച്ചറിഞ്ഞ പാണ്ഡവന്മാർക്ക് രക്ഷപ്പെടുവാനായി ഒരു തുരങ്കം വിതുരൻ അയച്ച വിശ്വസ്തൻ നിർമ്മിക്കുകയും ചെയ്യുന്നു. 1 വർഷക്കാലം പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ താമസിക്കുന്നു. ദുര്യോധനൻ കൊട്ടാരം തീയിടുവാൻ തീരുമാനിച്ച ഒരു കൃഷ്ണ ചതുർദശി ദിവസം പാണ്ഡവന്മാർ കൊട്ടാരത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നു. അന്നവിടെ ബ്രാഹ്മണ ഊട്ടിനായി ബ്രാഹ്മണന്മാരും മറ്റുള്ളവരും എല്ലാവരും കൂടെ വന്ന കൂട്ടത്തിൽ ഒരു കാട്ടാള സ്ത്രീയും 5 മക്കളും കൂടെ വന്നിരുന്നു. മറ്റുള്ളവരെല്ലാം ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഇവർ മാത്രം അന്ന് രാത്രി അവിടെ താമസിച്ചു. ദുര്യോധനന്റെ അനുയായിയായ പുരോചനൻ തീയിടുന്നതിനു മുമ്പേ തന്നെ അർദ്ധരാത്രി സമയമായപ്പോൾ വായുപുത്രനായ ഭീമസേനൻ അരക്കില്ലത്തിന് അഗ്നി കൊളുത്തുകയും സഹോദരന്മാരെയും അമ്മയെയും തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് എല്ലാവരും കൂടെ തുരങ്കം വഴി രക്ഷപ്പെടുകയും ചെയ്യുന്നു. പാണ്ഡവന്മാർ ഇല്ലാതെയായി എന്ന് ദുര്യോധനൻ സന്തോഷിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ അരക്കില്ലത്തിൽ അന്ന് കത്തിയമർന്നത് നേരത്തെ സൂചിപ്പിച്ച നിഷാദ സ്ത്രീയും മക്കളുമായിരുന്നു. സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണയിലുള്ള മഹാഭക്തന്മാരെ നശിപ്പിക്കുവാൻ ഒരു ദുഷ്ടനും സാധ്യമല്ല എന്ന മഹത്തായൊരു സന്ദേശം കൂടിയാണ് അരക്കില്ല ധനം എന്ന കഥ പറഞ്ഞു വയ്ക്കുന്നത്. അരക്കില്ലത്തിൽ നിന്നും ദേഹത്ത് പൊള്ളലുകളുമായി രക്ഷപ്പെട്ട കുന്തിദേവിയും പാണ്ഡവന്മാരും ആത്മരക്ഷാർത്ഥം എത്തിച്ചേർന്നത് ഈ പുണ്യഭൂമിയിൽ ആയിരുന്നു എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. ശാരീരികമായും മാനസികമായും ആയ ആ സകല ദുരിതങ്ങളിൽ നിന്നും രക്ഷ കാംക്ഷിച്ചുകൊണ്ട് അവർ ആദ്യം തങ്ങളുടെ ആ പ്രിയപ്പെട്ട സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് ശരണം പ്രാപിക്കുന്നത്. ഭഗവാനാണ് സർവസാക്ഷിയായ ആദിത്യ ഭഗവാനെ സമീപിക്കൂ എന്ന്
നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ ആദിത്യ ഭഗവാൻ അഥവാ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും പാണ്ഡവരുടെ അഭ്യർത്ഥന മാനിച്ച പാർവതീ സമേതനായ മഹാദേവനെ ഉത്തമ സ്ഥാനത്ത് ഈ പുണ്യഭൂമിയിൽ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആദിത്യ ഭഗവാൻ ഉപദേശിച്ചതിനനുസരിച്ച് കുന്തിദേവി ഈ ദിവ്യമായ ശിവലിംഗത്തിന് മുമ്പിലിരുന്ന് കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ദേവിയുടെ ഭക്തിയിലും ആരാധനയിലും സംപ്രീതരായ ഉമാമഹേശ്വരന്മാർ ഈ ദിവ്യഭൂമിയിൽ പ്രത്യക്ഷരാകുന്നു. തനിക്ക് മുമ്പിൽ പ്രത്യക്ഷീഭവിച്ച ആ പ്രപഞ്ചത്തിൻ്റെ പിതാവിനും മാതാവിനും പാണ്ഡവമാതാവ് ആദ്യമായി സമർപ്പിക്കുന്നത് തനിക്ക് ചുറ്റിലും കിടന്നിരുന്ന ഉപ്പാണ്. കൈക്കുടന്ന നിറയെ ഉപ്പ് വാരി നേദിച്ച ആ രാജ്ഞിക്ക് ഇനി ഞങ്ങൾ ഇവിടെ എന്നും സാന്നിധ്യം ചെയ്തോളാം എന്ന് കൈലാസനാഥൻ ഉറപ്പുകൊടുത്തുത്രേ. അതിനുശേഷം എപ്പോഴും തങ്ങളെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കാറുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുവാനായി ഭഗവാന്റെ പിതൃസഹോദരി കൂടിയായ കുന്തിദേവി ഇവിടെ പടിഞ്ഞാറ്റ് ദർശനമായി വിഷ്ണു പ്രതിഷ്ഠ നടത്തുന്നു. വിഷ്ണു ക്ഷേത്രത്തിന് മുമ്പിൽ പാണ്ഡവന്മാർ ഒരു കുളം നിർമ്മിക്കുകയും ചെയ്തു. അതിബൃഹത്തായ ഈ ക്ഷേത്രക്കുളം പാണ്ഡവതീർത്ഥം എന്നറിയപ്പെടുന്നു. സൂര്യഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാകയാൽ ഞായറാഴ്ചകൾക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. കുന്തിദേവി ഭഗവാനും ഭഗവതിക്കും ആദ്യം സമർപ്പിച്ചത് ഉപ്പാണല്ലോ. അതിനാൽ തന്നെ ഇവിടെ ഉപ്പ് സമർപ്പണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സകല ദുരിതങ്ങൾ ശമിക്കുവാൻ, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ മാറുവാൻ ഇത് ഏറെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ആദിത്യ തേജസ്സുള്ള ശിവലിംഗമാകയാൽ സർവ്വരോഗങ്ങൾ മാറുവാനും സകല ഐശ്വര്യങ്ങൾ ലഭിക്കുവാനും ഈ ക്ഷേത്ര ദർശനം നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചതുര ശ്രീകോവിലിൽ പാർവതീ സമേതനായി കൈലാസനാഥൻ ഇവിടെ പരിശോഭിക്കുന്നു. ഭഗവാന്റെ മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശ്വരന് പുറമെ യക്ഷിയമ്മയ്ക്കും സാന്നിധ്യമുണ്ട്. കന്നിമൂലയിൽ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. AD 1492 ഇവിടെ ശിവശ്രീകോവിലിനും വിഷ്ണു ശ്രീകോവിലിനും പുനർനവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മമ്പാട്ട് ഭട്ടത്തിരിമാർക്കായിരുന്നു ഊരാള സ്ഥാനം. 17-ാം നൂറ്റാണ്ടിൽ മമ്പാട്ട് ഭട്ടത്തിരിക്ക് അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഒരു സ്വപ്നദൃശ്യമുണ്ടാവുകയും ദേവീ സാന്നിധ്യം ഇവിടെ വേണമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അങ്ങനെ ഇവിടെ ദേവിയെ വടക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് വടക്കേ മലബാറിലെ ഒരു ശാസ്താക്ഷേത്രം തകർക്കപ്പെട്ടു. ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭാഗികമായി ക്ഷതം സംഭവിച്ച ശാസ്താ വിഗ്രഹവുമായി ഒരു ഭക്തൻ ഇവിടെ എത്തിച്ചേരുകയും അത് മമ്പാട്ട് ഭട്ടത്തിരിക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ശാസ്താ പ്രതിഷ്ഠ ഉണ്ടാകുന്നത്. ഒരിക്കൽ കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാന് ദേഹത്ത് ഒരു വ്രണം വന്നു. അത് മാറാത്ത ഒരസുഖമായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം ഇവിടെ വന്ന് ആ വ്രണത്തിൽ നിന്നും മുക്തി കാക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ ഭഗവാനെ ഇങ്ങനെ ശരണം പ്രാപിക്കുകയും ഉപ്പ് സമർപ്പണം നടത്തുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, തമ്പുരാന് ആ അസുഖം മാറുന്നു. അതിൻ്റെ നന്ദി സൂചകമായി അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ പല നവീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നു. ഊട്ടുപുരയൊക്കെ ആ കാലത്താണത്രേ അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മമ്പാട്ടില്ലം അന്യം നിന്നപ്പോൾ അന്നത്തെ കൊച്ചി രാജാവ് ക്ഷേത്രഭരണം കാലടിക്ക് സമീപമുള്ള മുരിയമംഗലത്ത് മനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോഴും ക്ഷേത്ര ഊരാളന്മാർ ഈ മനക്കാർ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ തന്ത്രം പുലിയന്നൂർ മനയ്ക്കാണ്. വിഷ്ണു ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും സ്വതന്ത്ര ക്ഷേത്രങ്ങൾ പോലെ തന്നെ അതീവ പ്രൗഢിയോടെയാണ് ഇവിടെ നിലകൊള്ളുന്നത്. വേതാള ഖണ്ഡസ്ഥിതിയായ ജഗദംബിക കുടികൊള്ളുന്ന ക്ഷേത്രത്തിനരികെ വേതാളത്തിന് സാന്നിധ്യമുണ്ട്. അതിവിസ്തൃതമായ ഈ ക്ഷേത്രഭൂമിയിൽ സാമാന്യം വലിയ ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ 3 പൂജകളും മറ്റു 2 ക്ഷേത്രങ്ങളിൽ 2 പൂജകളും ദിവസേന നടക്കുന്നു. ഉപ്പ് വഴിപാടിനു പുറമെ പൗർണമി പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പൂജ, ശംഖാഭിഷേകം, അർച്ചനകൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ വേറെയും ഇവിടെയുണ്ട്. മകരമാസം പുണർദം ആറാട്ടായി
6 ദിവസത്തെ തിരുവുത്സവം അതീവ വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. മഹാശിവരാത്രി, മീനഭരണി, പൈങ്കുനി ഉത്രം, നവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി, നാഗപ്രതിഷ്ഠാ ദിനം, കളമെഴുത്തുപാട്ട്, വൈശാഖ പൗർണമി ദിവസത്തെ യക്ഷിപൂജ, ധനുമാസത്തിലെ തിരുവാതിര എന്നിങ്ങനെ നിരവധി വേറെയും ആണ്ടുവിശേഷങ്ങൾ ഈ ക്ഷേത്രഭൂമിയിലുണ്ട്. കുന്തിദേവിയാൽ പ്രതിഷ്ഠിതമായ വൈഷ്ണവ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. യാദവകുലത്തിലെ ഈ ശൂരസേന മഹാരാജാവിൻ്റെ പുത്രിയും ശ്രീകൃഷ്ണ പിതാവായ വസുദേവരുടെ സഹോദരിയുമായ പൃഥ എന്ന അതിസുന്ദരിയായ രാജകുമാരി കുന്തിഭോജൻ എന്ന മഹാരാജാവിൻ്റെ ദത്തുപുത്രിയായതിനു ശേഷമാണ് കുന്തിദേവി എന്ന നാമത്തിൽ പ്രശസ്തയാവുന്നത്. കുട്ടിയാവുമ്പോൾ തന്നെ ദുർവാസാവ് മഹർഷിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതയാവുന്ന മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ അതിശക്തയായ ഈ സ്ത്രീ കഥാപാത്രം ഹസ്തിനാപുരിയിലെ പാണ്ഡുമഹാരാജാവിൻ്റെ രാജ്ഞിയായതിനു ശേഷം ആ ദേവിക്ക് നേരിടേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അനവധിയാണ്. സർവ ദുഃഖങ്ങളും തന്നിലേക്കിങ്ങനെ ഒഴുകി വന്നിട്ടും ആ അമ്മ മഹാറാണി തളർന്നതേയില്ല. സ്വന്തം പുത്രന്മാരെക്കാൾ കൂടുതൽ മാതൃവാത്സല്യം സപത്നിയുടെ പുത്രന്മാരായ നകുല സഹദേവന്മാർക്ക് നൽകുവാൻ കഴിഞ്ഞ മഹാമനസ്സിന് ഉടമ കൂടിയാണ് ആ രാജ്ഞി. കർണൻ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്ന അതിപ്രബലന്മാരായ ധീരയോദ്ധാക്കളുടെ മാതാവായ കുന്തിദേവി എപ്പോഴും ഈശ്വരനിൽ ചിത്തം അർപ്പിച്ച ഒരു മഹാഭക്ത കൂടിയായിരുന്നു. എനിക്ക് സുഖങ്ങൾ വേണ്ട ഭഗവാനെ, സുഖങ്ങൾ കൂടുതൽ വന്നാൽ ഞാൻ അവിടുത്തെ മറക്കും. അതിനാൽ എപ്പോഴും എപ്പോഴും എനിക്ക് ദുഃഖങ്ങൾ തരൂ. അങ്ങനെ എപ്പോഴും എന്നിൽ അവിടുന്ന് കുടികൊള്ളട്ടെ. ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടാകട്ടെ. ഭക്തി എപ്പോഴും നിലനിൽക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് സംവദിക്കുന്ന കുന്തി സ്തുതി ശ്രീമദ് ഭാഗവതത്തിൽ അതിപ്രശസ്തമാണ്. വിപരീത സാഹചര്യങ്ങളെ നിസ്വാർത്ഥമായ ഭഗവത് ഭക്തി കൊണ്ട് നേരിട്ട ദുഃഖങ്ങളിൽ സമചിത്തത കൈവിടാതെ ഒരു യോഗിനിയുടെ മനോധൈര്യം ഉൾക്കൊണ്ട പൃഥ അഥവാ കുന്തിദേവി എന്ന ധീരയായ പാണ്ഡവ മാതാവായ ഹസ്തിനാപുരത്തെ മഹാരാജ്ഞിയുടെ ആ ശ്രേഷ്ഠ ചിന്തകളും ഈ പുണ്യക്ഷേത്രഭൂമി സമ്മാനിക്കുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾ നിർവഹിക്കുന്നത് തോപ്പിൽ മഠം എന്ന തറവാട്ടംഗങ്ങളാണ്. ഈ ക്ഷേത്ര കാഴ്ചകൾ തരുന്ന ആത്മഹർഷം വളരെ വലുതാണ്. കാരണം ഇത്ര ഭംഗിയായി, വൃത്തിയായി, ചിട്ടയായി, കാര്യക്ഷമമായി ഒരു ക്ഷേത്രം സംരക്ഷിക്കുക എന്നത് ഒട്ടും നിസാരമായ ഒരു കാര്യമേയല്ല. ഇവിടെ വലിയ അമ്പലത്തിൻ്റെ ചുമരുകളിൽ ഐതിഹ്യകഥ ചുമർ ചിത്രങ്ങളാൽ ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ചുരുക്കം വാക്കുകളിൽ അവയെല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇവിടെ വരുന്ന ഏതൊരു ഭക്തനും ക്ഷേത്ര ഐതിഹ്യത്തെയും മഹാത്മ്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തി ആ ഒരു ദർശനത്തെ ഒരു ദിവ്യാനുഭവമാക്കി മാറ്റുവാൻ സാധിക്കുന്നു എന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ക്ഷേത്ര സഞ്ചാരങ്ങൾക്കിടയിൽ ഇത്രയും മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ ദുർലഭമായി മാത്രമേ കണ്ടിട്ടുമുള്ളൂ. ഈ ക്ഷേത്രത്തിൽ നിറച്ചും ഒത്തിരി സസ്യങ്ങളും നട്ടുവളർത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. നക്ഷത്രവൃക്ഷങ്ങൾ മുതൽ പലതരം വൃക്ഷലതാദികളും പൂക്കളും ഒക്കെ നിറഞ്ഞ അതീവ പുണ്യമായ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ പുണ്യഭൂമി പകർന്നു തരുന്നത്. പൗരാണികതയുടെ സൗന്ദര്യവും പ്രൗഢിയും ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഉള്ളത് അഥവാ അവശേഷിക്കുന്നത് ഭംഗിയായി തന്നെ സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. പാർവതീ സമേതനായ കൈലാസനാഥനും വൈകുണ്ഠനാഥനും ദിവ്യായുധങ്ങൾ തൃക്കൈകളിലേന്തിയ ജഗൽ ജനനിയും ഭൂതനാഥനായ ശാസ്താവും പരിലസിക്കുന്ന ഈ പുണ്യക്ഷേത്രവും ഈ ക്ഷേത്രഭൂമിയും അതീവ ബൃഹത്തായ ക്ഷേത്രക്കുളവും പകർന്നു തന്നത് ഒട്ടേറെ ദിവ്യമായ കുറേ നിമിഷങ്ങൾ തന്നെയാണ്. അതിമനോഹരമായ ഈ ക്ഷേത്രം
വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യഭൂമി തന്നെയാണ്. ഈ പുണ്യ പൈതൃക ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും ഉമാമഹേശ്വരന്മാരുടെ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വാമാങ്കന്യസ്തവാമേതര കരകമല യാസ്തഥാ വാമബാഹുന്യസ്താരക്തോത്പലായ സ്തനവിധൃതരസ ദ്വാമബാഹുപ്രിയായ സർവാകൽപാഭിരാമോ ധൃതപരശുമൃഗേഷ്ട കരൈകാഞ്ചനാഭോ ധ്യേയ പത്മാസനസ്ഥ സ്മരലളിതവഭു സമ്പദേ പാർവതീശ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിട. നമഃ പാർവതീപതേ. ഹരഹര മഹാദേവ. ഓം നമഃ ശിവായ.